പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ഒരു മുസ്ലിം യുവതിയും യുവാവും വിവാഹം നിശ്ചയിച്ചതിന് ശേഷം യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി. ആ വാർത്തയാണല്ലോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് നിയമത്തിൻ്റെ വഴിയിൽ നീതി ലഭിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ചെറുപ്പക്കാരൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതുമുണ്ട്. ഇത് ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ടിക്ടോക്ക് വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ നിലക്ക് പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും പെൺകുട്ടിയെ പഴിചാരുന്നു, വേറെ പലർ ആ ചെറുപ്പക്കാരനെ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ പല നിലക്കുള്ള ചർച്ചകളും നടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധമായി ഈ ഒരു സംഭവത്തെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണത്? ആരെയും പഴിചാരാനോ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടി ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇരുളും വെളിച്ചവും എന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, സത്യസന്ധമായി ഈ സംഭവത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആർക്കാണ് ഇവിടെ പിഴച്ചത്, ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ചില യുവാക്കൾ ഒരു തരത്തിലുള്ള മോഡേൺ ജീവിതം, കുത്തഴിഞ്ഞ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതുപോലെയുള്ള കണ്ണീർ പുഴകൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം നാമം മാത്രം സ്വീകരിക്കുകയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു ലെവലേശം ഈമാൻ ഇറങ്ങിച്ചെല്ലാതിരിക്കുകയും സീരിയലിൻ്റെയും സിനിമകളുടെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ എല്ലാ വേലിക്കെട്ടുകളും അവർ പൊട്ടിക്കുന്നു, മതത്തെ അവർ കാറ്റിൽ പറത്തുന്നു. അതൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെയല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരാവുകയില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിവാഹം എന്ന കരാറിനെ, ആ ഒരു ഉടമ്പടിയെ അതിശക്തമായ നിലക്കാണ് ഇസ്ലാം എടുത്തു കാണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 21-ാമത്തെ വചനത്തിലൂടെ വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് വഅഖദിന മിൻകും മീസാഖൻ ഗലീള, നിങ്ങളിൽ നിന്ന് അവർ വാങ്ങിയത് ബലിഷ്ഠമായ ഒരു കരാറാണ്, ശക്തമായ ഒരു കരാറാണ്, നിസാരമല്ല വിവാഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉടമ്പടി കഴിയാതെ ഒരു പെണ്ണും ഒരു പുരുഷന്റേത് മാത്രമാകുകയില്ല, സ്വന്തമാകുകയില്ല. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളും ഉത്തരവാദിത്വമുള്ള ആളുകളും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, വിവാഹം നിശ്ചയിച്ചതുകൊണ്ടോ മിഠായി കൊടുത്തതുകൊണ്ടോ അവരുടെ കയ്യിൽ കൊണ്ടുപോയി വളയിട്ടതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഫോൺ കൈമാറിയത് കൊണ്ടോ വാക്കാൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും അവര് ഭാര്യ ഭർത്താക്കന്മാരാവുകയില്ല. അവർക്ക് ആ പുരുഷന്, ആ യുവാവിന്, ആ പെൺകുട്ടിയെ സ്വന്തമാവുകയുമില്ല. അവര് വിവാഹം, ഉടമ്പടി, വിവാഹമാകുന്ന ഉടമ്പടി നടക്കുന്നത് വരെ അവർ അന്യ പുരുഷനായിരിക്കും, അന്യ സ്ത്രീയായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വിവാഹത്തെ തള്ളിപ്പറയുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. അവളുടെ സൗന്ദര്യമാണ്, ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാം, ഇഷ്ടമുള്ളവർക്ക് കാഴ്ചവെക്കാം, അവന്റെ യുവത്വമാണ്, അവൻ ഇഷ്ടമുള്ളതുപോലെ അതിനെ വിനിയോഗിക്കാം എന്നൊക്കെ വിവാഹത്തെ തള്ളിപ്പറയുന്ന, മതത്തിന്റെ മൂല്യങ്ങളെ തള്ളിപ്പറയുന്ന, സകല പ്രശ്നങ്ങൾക്കും മതമാണ് കാരണമെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾക്ക് അതൊക്കെ പറയാം. പക്ഷെ നോക്കൂ നിങ്ങൾ, മതത്തെ തള്ളിപ്പറയുന്നത് കൊണ്ടും അതല്ലെങ്കിൽ മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് കൊണ്ടും സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ എത്രമാത്രം വലിയ വേദനകളാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ, മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്,
ഈ സമുദായത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോഴേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൾക്ക് കൊണ്ടുപോയി ഫോൺ കൊടുക്കുന്നു, അതേപോലെ തന്നെ അവർ സ്വന്തമായി ചുറ്റിക്കറങ്ങുന്നു, ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് താമസിക്കുന്നു. അവളുടെ നഗ്ന ഫോട്ടോകൾ വരെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വരനാണ്, അതുകൊണ്ട് തന്നെ അവൾ വളരെ വിശ്വാസത്തോടുകൂടെ അവൻ അയച്ചു കൊടുക്കുകയാണ്. അവൻ ആസ്വദിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം നിയമാനുസൃതമായ ഒരു വിവാഹരേഖയുമില്ലാതെയാണ് ഈ രൂപത്തിൽ നടക്കുന്നു. അതിന് രക്ഷിതാക്കൾ അനുമതി കൊടുക്കുന്നു. രക്ഷിതാക്കൾക്ക് യാതൊരു പ്രശ്നമല്ല. കുറച്ചു കാലം അവർ പ്രണയിക്കുന്നു, അതെങ്കിൽ വിവാഹം ഉറപ്പിച്ച് അവർ ജീവിക്കുന്നു. എന്നിട്ടോ ചില പുരുഷന്മാർ, എല്ലാവരുമല്ല, അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയാൽ അവരൊന്നിച്ച് താമസിക്കുകയും ആസ്വദിക്കുകയും ഇവളുടെ നഗ്ന ഫോട്ടോകൾ വരെ കാണുകയും ചെയ്തതിനു ശേഷം എല്ലാ ആസ്വാദനങ്ങളും കഴിഞ്ഞാൽ പിന്നെ അവന് തോന്നുകയാണ് ഇനി ഇവളെ കൊണ്ടൊന്നും കാര്യമില്ല, വേറെ ഒരുത്തിയെ നോക്കാം എന്ന നിലക്ക് ആ രൂപത്തിൽ വഴിമാറുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം വലിയ ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇവിടെ വഴിയാധാരമായി പോകുന്നത്. എന്താണ് നമ്മളൊന്നും ചിന്തിക്കാത്തത്? എന്താണ് സഹോദരങ്ങളെ നമ്മൾ ഇതൊന്നും ഗൗരവമായി കാണാത്തത്? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇത്? ഇസ്ലാം പറയുന്നു, ഒരു പെണ്ണും ഈ സമൂഹത്തിൽ കരഞ്ഞു നടക്കരുത്, ഒരു പെണ്ണും കണ്ണീര് കുടിക്കരുത്. അതുകൊണ്ട് അവളെ സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള, അവളുടെ രക്ഷാധികാരി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിവാഹമാകുന്ന ഉന്നതമായ കരാറിലൂടെയാണ് മറ്റൊരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം പറയാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. വ്യഭിചാരത്തിന്റെ കവാടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് ഏറ്റവും മോശമായ മാർഗമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, അത് മ്ലേച്ഛമാണ്, അത് വളരെ മോശമായ മാർഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രപഞ്ചനാഥൻ അവന്റെ പ്രവാചകനിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അത് സ്വീകരിക്കാത്തതിന്റെ, അത് കാറ്റിൽ പറത്തിയതിന്റെ ദുരന്തമല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന കണ്ണീരുകളുടെ പിറകിലെല്ലാം മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നത് കൊണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധമായി എൻ്റെ വാക്കുകളെ വിലയിരുത്തൂ. എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അവർ വലിയ ദുഃഖത്തിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്. ഏതൊരു മാതാപിതാക്കൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നതോടൊപ്പം, അവരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നതോടൊപ്പം, അവർക്കും പിഴവ് സംഭവിച്ചിട്ടില്ലേ ഇവിടെ? സത്യസന്ധമായി നമ്മളിത് വിലയിരുത്തുമ്പോൾ അല്ലേ, എൻ്റെ മകൾ നിക്കാഹ് കഴിയാതെ അരുതാത്തതൊന്നും ചെയ്യുകയില്ല എന്ന് ആ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ അവരെ പോലെയുള്ള മാതാപിതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കൂലേ? നിയമാനുസൃത നിക്കാഹ് കഴിയാതെ എൻ്റെ മകളെ ഞാൻ വിട്ടുതരില്ല എന്നല്ലേ രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടത്? അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അതല്ലേ തീരുമാനിക്കേണ്ടിയിരുന്നത്? അവർക്ക് മതബോധമുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനോട് അവർക്ക് കൂറുണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അതാണ്. പക്ഷേ അവിടെ വീഴ്ച സംഭവിച്ചു. എന്താ ഉണ്ടായത്? അന്യനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ വർഷങ്ങളായി പെൺകുട്ടി ചുറ്റിക്കറങ്ങുകയാണ്. മതം പറയുന്നു സൂക്ഷിക്കണമെന്ന്, എന്നാലോ ഇവരെ പോലെയുള്ള മാതാപിതാക്കൾ പറയുന്നു അവൾ എൻ്റെ മകളാണ്, എനിക്ക് അവളെ നന്നായി അറിയാം എന്നാണല്ലോ മിക്കവാറും മാതാപിതാക്കളൊക്കെ പറയാറുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റബിൻ. ഒരന്യ പെണ്ണ് ഒരന്യ പുരുഷന്റെ കൂടെ തനിച്ചാകാനോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ പാടില്ല, അവളുടെ കൂടെ വിവാഹം നിഷിദ്ധമായ ഒരാളുണ്ടായിട്ടല്ലാതെ എന്ന്. ഇങ്ങനെ ഒരു നിയമം വെച്ചതെന്തിനാണ്? മാനവകുലത്തിന് ഇത് പരിചയപ്പെടുത്തിയത് എന്തിനാണ്? അപകടങ്ങളില്ലാതിരിക്കാൻ, ഒരു പെൺകുട്ടിയും ഇവിടെ കണ്ണീര് കുടിക്കാതിരിക്കാൻ, സമൂഹത്തിന്റെ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും തോന്നിവാസങ്ങളും ഒരു സമൂഹത്തിൽ ഇല്ലാതിരിക്കാനാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചത്, ഇസ്ലാം ഇങ്ങനെ പഠിപ്പിച്ചത്. ഇവിടെ അതൊക്കെ ചവിട്ടി മതിക്കപ്പെട്ടു. എന്നിട്ട് അന്യ പുരുഷന്റെ കൂടെ അവൾ ചുറ്റിക്കറങ്ങി വർഷങ്ങളോളം. അങ്ങനെ ഗർഭിണിയായി. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? വ്യഭിചാരം എവിടെ കടന്നു വരുന്നുവോ അവിടെ ഒരു ജീവനെ നശിപ്പിക്കേണ്ടി വരും എന്ന സന്ദേശമാണ്, ഗൗരവമായ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. വ്യഭിചാരത്തെയും കൊലയെയും ചേർത്തു പറയുകയാണ് ഇസ്ലാം. ഇവിടെ അതല്ലേ സംഭവിച്ചത്? ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിതയാവുകയാണ്. എന്നിട്ട് എന്തു ചെയ്തു? അവസാനം ചതിക്കപ്പെട്ടു.
എന്നിട്ടും എനിക്ക് അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവരുടെ മാതാപിതാക്കളും ആ വിഷയത്തിൽ കൃത്യമായ ദിശാബോധം അവൾക്ക് നൽകിയില്ല. എന്നിട്ട് പിന്നെ എന്തായി? ദുനിയാവിന്റെ കാര്യം ഇങ്ങനെയായി. അവസാനം കൽബിൽ ഒരു ലെവലേശമെങ്കിലും ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് ചാടി വീഴുമായിരുന്നു. ഇസ്ലാമികമായിട്ടാണോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത്? നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഈ ദുരന്തങ്ങൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ സത്യസന്ധമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തെ, ഈ പെൺകുട്ടിയെ മാത്രം പഴി പറയുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോടും ചിലത് പറയാനുണ്ട്. ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായതല്ല. പുരുഷന്മാരും ഇസ്ലാമിക നിയമം പാലിക്കാൻ അവരും കടപ്പെട്ടവര് തന്നെയാണ്. എന്താണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തത്? ഒരന്യ പെൺകുട്ടിയുടെ കൂടെ വർഷങ്ങളോളം ചുറ്റിക്കറങ്ങുകയാണ്, ഇല്ലേ? വർഷങ്ങളോളം ഒരന്യ പെണ്ണിന്റെ കൂടെ ആ പെണ്ണിനെ കൊണ്ടു നടക്കുകയാണ്, ആ പെൺകുട്ടിയെ കൊണ്ടു നടക്കുകയാണ്. എന്നിട്ട് തന്റെ ആവശ്യം മുഴുവനും നിറവേറ്റുന്നു, ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു. ഏറ്റവും വലിയ അക്രമമായ ഒരു കൊല അവിടെ നടക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, ആ പെൺകുട്ടിയെ വഞ്ചിക്കുകയാണ്. ഇതിനൊക്കെ എന്താ നമ്മൾ പറയാ? തെമ്മാടിത്വമല്ലേ സഹോദരങ്ങളെ ഈ ചെയ്തത്? മാത്രമല്ല, അവന്റെ കുടുംബത്തിന്റെ സ്ഥിതിയോ? തങ്ങളുടെ മകനെ ഇസ്ലാമികമായ ചുറ്റുപാടിൽ വളർത്താൻ മാതാപിതാക്കൾ ഇവിടെ പരാജയപ്പെട്ടില്ലേ? എന്നാലോചിച്ചു നോക്കൂ. ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളോടുകൂടെയാണോ മകനെ വളർത്തിയെടുത്തത്? അല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത് സഹോദരങ്ങളെ? ഇനി മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ആ വിവാഹമെങ്കിലും നടത്തിക്കൊടുക്കാനുള്ള ആർജവം ആ മാതാപിതാക്കൾ കാണിക്കേണ്ടിയിരുന്നു. ഇത്രയും കാലം തങ്ങളുടെ മകന്റെ കൂടെ ചുറ്റി നടന്ന, അതല്ലെങ്കിൽ മകൻ കൊണ്ടു നടന്ന ആ പെൺകുട്ടി തന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടിട്ട് ആ പെൺകുട്ടിയോട് ഒരു ചെറിയ സഹതാപമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിവാഹം കഴിക്കാൻ അവരെങ്കിലും മുൻകൈയെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതായിരുന്നു. അതും ചെയ്തില്ല. മതം നിശ്ചയിച്ച എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞു. അള്ളാഹുവിന്റെ ദീനിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുകയല്ലേ ഈ കുടുംബവും ചെയ്തത്? എന്ത് ഇസ്ലാമികതയാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ നിലക്കും ഇസ്ലാമികമായ നിയമങ്ങളെ കാറ്റിൽ പറത്തിയത് കൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്, അല്ലേ? മതം കൈവിട്ടതിന്റെ പേരിൽ വ്യക്തികളും കുടുംബങ്ങളും അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീർണതകൾ, അത് എത്രമാത്രം ഈ സമൂഹത്തെ, ഈ മതത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കളങ്കപ്പെടുത്തുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതില്ലേ? ആലോചിക്കേണ്ടതില്ലേ? അതുകൊണ്ട് എൻ്റെ സംസാരം ശ്രവിക്കുന്ന, ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, രക്ഷിതാക്കളോട് എനിക്ക് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാഹ ഉടമ്പടി കഴിയാതെ അന്യ പുരുഷന്റെ കൂടെ ഒരു നിമിഷം പോലും ചുറ്റിക്കറങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നമ്മുടെ പെൺകുട്ടികളെ. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ സമൂഹത്തിൽ വരുന്ന വലിയ ഒരു കുറ്റമാണിത്, അല്ലേ? ഫോൺ കൈമാറുന്നു, എന്നിട്ട് അവർ തമ്മിൽ പിന്നെ ചാറ്റിങ്, അവർ തമ്മിൽ പിന്നെ ബന്ധം, അവർ തമ്മിൽ കാറിൽ ഒന്നിച്ച്, അവര് ഒന്നിച്ച് യാത്രയാവുന്നു, അല്ലേ? ഒന്നിച്ച് അവർ സഞ്ചരിക്കുന്നു, കൂടെ കഴിയുന്നു. ആരാണ് ഇതിന് സമ്മതം നൽകിയത്? ഇതല്ലേ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം? അതുകൊണ്ട് സൂക്ഷിച്ചാൽ ഇതുപോലെയുള്ള റംസിമാർ ഇനി നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇല്ല, നമുക്കിനിയും ഈ വിഷയത്തിൽ സൂക്ഷ്മതയില്ലെങ്കിൽ ഇനിയും കണ്ണുനീരുകൾ ഒരുപാട് നമ്മൾ കാണേണ്ടി വരും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. മതം കാറ്റിൽ പറത്തുന്നത് കൊണ്ടുള്ള ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ മേഖലയിൽ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഞാനിവിടെ നൽകിയത്. ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല. പക്ഷേ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ നാളെയും നമ്മളിത് നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ അയൽപക്കത്തോ ഒക്കെ ഇത് കേൾക്കേണ്ടി വരും. അത് കേൾക്കാതിരിക്കാൻ, ഇത് കേൾക്കുന്നവർക്കെങ്കിലും അത് മനസ്സിലാകുമല്ലോ എന്ന ഗുണകാംക്ഷയോടുകൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ആരെയും കുറ്റപ്പെടുത്താനല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. സത്യം സത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് വ്യക്തിജീവിതമാകട്ടെ കുടുംബജീവിതമാകട്ടെ കെട്ടിപ്പടുക്കുവാനും നമുക്ക് അവസരമുണ്ടാകട്ടെ, സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി